സർ, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്നാണ് LDFന്റെ അവകാശവാദം. ഈ പറയുന്ന അതേ സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുന്ന വാർത്ത മന്ത്രി KV ഗണേഷ് കുമാറിനെതിരെയുള്ള ആരോപണമാണ്. ഭാര്യയെ മോശമായിട്ടുള്ള രീതിയിൽ ഭർത്താവിനെ കണ്ടു എന്നുള്ള ഒരു പരാതിയുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. അവർ തന്നെ അത് പറഞ്ഞ് പ്രശ്നം സോൾവായി, ഇനി ആരും അതിലേക്ക് ഇടപെടണ്ട എന്നും പറഞ്ഞു നിർത്തുന്നു. പക്ഷേ അവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നത് അവിടെയുള്ള പേഴ്സണൽ സ്റ്റാഫുകൾ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ്. അതൊരു വശത്തുണ്ട്. ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് കാര്യം പറയുന്നു. R ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സംവിധാനങ്ങളെ വിളിച്ച് കാര്യം അറിയിക്കുന്നു. പക്ഷേ ആ നിയമ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ മന്ത്രിയുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ച സമയത്ത് മുഖ്യമന്ത്രി പറയുകയാണ് രാജിയൊന്നും വെക്കേണ്ടതില്ല എന്ന്. കഴിഞ്ഞ ദിവസം KV ഗണേഷ് കുമാർ പറഞ്ഞതാണ് രാജി ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം. ഇത്രയെല്ലാം സംഭവിച്ചു നിൽക്കുമ്പോൾ ഇപ്പോൾ LDFന്റെ ഒരു പരസ്യവാചകം കേൾക്കുകയാണ്. സ്ത്രീ സുരക്ഷിതത്വം എന്നുള്ളത് ഇവിടുത്തെ പിണറായി സർക്കാരിനെ കൊണ്ട് അല്ലെങ്കിൽ LDF സർക്കാരിനെ കൊണ്ട് മാത്രമേ ഉണ്ടാകൂ എന്ന് എന്ത് തോന്നുന്നു കേൾക്കുമ്പോൾ? വലിയൊരു വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ്. കാരണം ഇവരെ ബിന്ദു മേനോൻ എന്ന് പറയുന്ന ഗണേശൻ്റെ ഭാര്യയോട് കാണിച്ചത്, ഗണേശൻ്റെ ഭാര്യ മാപ്പ് സ്വീകരിച്ചു, എന്തെങ്കിലും പറയട്ടെ, അത്രമേൽ ഇഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തോട്, അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കില്ല. ആ ഇഷ്ടത്തിനപ്പുറം ചില സത്യങ്ങൾ ലോകം അറിഞ്ഞിട്ട് ഞെട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ മാത്രമല്ല, ബിന്ദു മേനോന് മുമ്പ് മറ്റൊരു സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് കടന്നു വന്നിട്ടുണ്ട്. കാമുകിയായിട്ടല്ല. കാമുകിയായിട്ട് തനിക്ക് 5000 പേരുണ്ടെന്ന് സമ്മതിച്ചിരിക്കുന്ന മന്ത്രി തന്നെയാണ്. എന്തൊരു കാലമാടനാടാ ഇത്. അപ്പോൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലും 3 കാമുകന്മാരുണ്ടെന്ന് പറഞ്ഞതിനാണ് നമ്മൾ ഇയാൾ എന്തൊരു മനുഷ്യനാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെന്തുവാടാ ഇത്? കടുവയെ പിടിച്ച കടുവ എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു അത്ഭുത മഹാസംഭവമാണ്. 5000 കാമുകന്മാരും 5000 പ്രണയങ്ങളുമുള്ള ഈ മനുഷ്യൻ പച്ചയായിട്ട് ഇത് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ അതിനെപ്പറ്റി പറഞ്ഞ് തലയ്ക്ക് വെളിവില്ലാത്ത മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഈ 5000 പേര്, നമ്മൾ ഈ 3 ഭാര്യമാരെന്നുള്ളത് മുത്തലാഖ് ചൊല്ലി പറയുന്ന ആ കാര്യം തന്നെ നമ്മൾ നിരോധിച്ചിട്ടുണ്ട്. 1-ൽ കൂടുതൽ ഭാര്യമാർ നായർ തറവാടുകളിൽ പണ്ട് പതിവായിരുന്നു. അതും നമ്മൾ നിർത്തലാക്കി. ഒരാൾക്ക് 1 ഭാര്യ മാത്രം മതി. 1-ൽ കൂടുതൽ ഭാര്യമാർ മറ്റു സമുദായങ്ങളിൽ ആയിക്കഴിഞ്ഞാൽ അതെല്ലാം കുറ്റകൃത്യമാണ് എന്നുള്ള തരത്തിൽ നിയമപരമായി സാധ്യമല്ല, നിയമവിരുദ്ധമാണ്. കുറ്റകൃത്യമല്ലെങ്കിലും നിയമവിരുദ്ധമാണ് എന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ അങ്ങനൊരു സന്ദർഭത്തിൽ 5000 പ്രണയങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്ന ഒരു വാക്യമാണ് ഏറ്റവും അപകടകരം. പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. എനിക്ക് സംശയം അത് മുഖ്യമന്ത്രിക്ക് ഇട്ടൊരു കൊട്ടുകൂട്ടിയതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യം കാണിക്കാത്ത മാന്യനായ വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. നമ്മൾ എത്ര രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിലും അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു പെണ്ണ് കേസിൽ പോലും ഇന്ന് പോലും പ്രതിയായിട്ടില്ലാത്ത അദ്ദേഹം VS അച്യുതാനന്ദനെ പോലെ തന്നെ, G സുധാകരനെ പോലെ തന്നെ അല്ലേ. അപ്പോൾ ആ പ്രണയമില്ലാത്ത നിങ്ങളൊക്കെ പൊട്ടന്മാർ, ഞാൻ മിടുക്കനും, 5000 പ്രണയങ്ങളുള്ള ഞാൻ മിടുക്കനും എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ തന്നെയാണ് ഏറെക്കാലം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവൻ എന്തൊരു അലവലാതിയാണ്, എന്തൊരു വൃത്തികെട്ടവനാണ്. അവൻ നാണമുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ അവനെ MLA സ്ഥാനത്ത്, ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച്, രാജി എന്ന് പറയുന്ന ഇപ്പം MLA സ്ഥാനത്ത് നിന്നോ രാജി, അദ്ദേഹം മന്ത്രിയായിട്ടില്ലല്ലോ. അത് എന്നിട്ട് ഈ മന്ത്രിസ്ഥാനത്ത് കടിച്ചു തൂങ്ങിയിരിക്കുകയാണ്. കേസ് എന്താണെന്നറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാത്ത പോലെ കേസുണ്ട് ഇയാൾക്കെതിരെ. അത് അതിഗുരുതരമായ കേസ്, ജാമ്യം ഒരിക്കലും കിട്ടാത്ത കുറ്റകൃത്യം, പോക്സോ. അതാണ് ഭാര്യ പറഞ്ഞത്. അവിടുത്തെ വാളകത്തെ കീഴൂട്ടു വീട്ടിൽ ഞാൻ അയാൾ അറിയാതെ ചെന്നപ്പോൾ കാണാൻ പാടില്ലാത്തത് കണ്ടു. മാന്യായ സ്ത്രീ അതേ പറഞ്ഞുള്ളൂ. കണ്ട കാര്യം ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ പിന്നെ വെളിപ്പെടുത്തിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. നമുക്കത് കാണുകയും വേണ്ട, അത് കേൾക്കുകയും വേണ്ട. കാര്യം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത് ഞാൻ പറയുന്നതല്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു വരുന്നത്, ഈ ഭരണപക്ഷത്ത് ഉള്ള ആളുകൾ തന്നെ ഇത്തരത്തിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ സർക്കാർ എടുക്കുന്ന ഒരു നിലപാട്, ആ നിലപാട് ജനങ്ങൾക്ക് വ്യക്തമാകുമ്പോൾ പോലുമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ, ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും ഞങ്ങളാണ് കേമന്മാർ എന്ന് പറയാൻ കാണിക്കുന്ന ആത്മധൈര്യം, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിലേക്ക് അത് വരണമെങ്കിൽ ഞാൻ ഈ കാര്യം കൂടി പറയണം, പൂർത്തിയാക്കാൻ വന്ന കാര്യം. അതും കൂടെ വന്നാലേ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്, അദ്ദേഹം തൻ്റെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്റ്റാഫാണ്. ഗവൺമെൻറ്റിൻ്റെ ശമ്പളം, നമ്മുടെ നികുതിപ്പണം കൊണ്ടുള്ള ശമ്പളം, അതുകൊണ്ടുള്ള പെൻഷനെല്ലാം പറ്റുന്ന ജീവനാന്തകാലം പറ്റാൻ ബാധ്യസ്ഥതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, യോഗ്യതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്.
അർഹതപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ. ആ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ ഇവരെ ഒരു മുറിക്കകത്തേക്ക് വലിച്ചു തള്ളിയിട്ടിട്ട് മുറി അടച്ചു. അവിടെ വരുന്നുണ്ട്, സ്ത്രീപീഡനം വരുന്നുണ്ട്, അവിടെ വിഷയമാണ്. രണ്ടാമത്തെ ഒരാൾ, ഇവർ മന്ത്രി പോയതിൻ്റെ പുറകെ പോകാൻ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ കൈ പിടിച്ചു തിരിച്ചോടിച്ചു. പ്ലാസ്റ്ററും ഇട്ടുകൊണ്ടാണ് ബിന്ദു മേനോൻ സംസാരിച്ചത്. ഗണേശനെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യായം അങ്ങ് അടഞ്ഞു കഴിഞ്ഞു. പക്ഷേ കേരളത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യായം തുടങ്ങിയിട്ടേ ഉള്ളൂ. പോക്സോ കേസിലും പ്രതിയായിട്ടുള്ള പീഡകനാണ്. ഗാർഹിക പീഡനത്തിന് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാളാണ് കേരള മന്ത്രിസഭയിലിരിക്കുന്നത് എന്ന് പറയുന്നത് കേരളത്തിന് ഭൂഷണം മാത്രമല്ല, ആ വകുപ്പിനും കൂടി സുരക്ഷിതത്വമില്ലായ്മയുണ്ടാക്കും. ഉദാഹരണം, അദ്ദേഹം മന്ത്രിസഭയിലാണ്. ആ മന്ത്രിസഭയിൽ വനിതകളായിട്ടുള്ളവരുമുണ്ട്. അങ്ങനെ ഒരു മന്ത്രിസഭയിൽ ഇങ്ങനെ ഒരാളെ ഇരുത്തുന്നത് സ്ത്രീകളോടുള്ള കടുത്ത അനുമതിയാണ്. രണ്ടാമത് അദ്ദേഹം ഭരിക്കുന്ന വകുപ്പ് മോട്ടോർ വാഹന വകുപ്പാണ്. KSRTC അതിന് കീഴിൽ വരുന്നതാണ്. അവിടെ ധാരാളം വനിതാ കണ്ടക്ടർമാരുണ്ട്. അവർക്കെല്ലാം സുരക്ഷിതത്വ ഭീഷണി ഉണ്ടാക്കുന്ന മന്ത്രിയാണ് അവരെ ഭരിക്കുന്നത്. അപകടം 5000 കാമുകിമാരെ ഉണ്ടാക്കി ആൾക്ക് വീണ്ടും ഒരു 5000 കൂടെ ആഡ് ചെയ്യാൻ വലിയ വിഷമമൊന്നുമില്ല. ശ്രീകൃഷ്ണൻ്റെ നമ്പറിനെ മറികടക്കാനും കഴിയും. അപ്പോൾ അങ്ങനൊരു മന്ത്രിയെ വെച്ചുകൊണ്ട് ഈ കേരളം എന്ന് പറയുന്ന ഈ വാഹനം മുന്നോട്ട് ഓടിക്കണോ എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. ഈ കാര്യങ്ങൾ തുറന്നു സമ്മതിച്ച മന്ത്രിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് നിഷേധിക്കുകയാണ്. ഇദ്ദേഹം തുറന്നു സംഭവിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പ്രണയവകുപ്പ് മന്ത്രിയായിട്ട് അങ്ങ് നിയമിച്ചാൽ പോരായിരുന്നു. KSRTC കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത്, കണ്ടക്ടർമാരോടൊപ്പം അദ്ദേഹം റീലി ചെയ്യുന്നു, നാണമില്ലാതെ കണ്ട് കൂത്താടിക്കൊണ്ട്. നമ്മുടെ ഇപ്പോൾ കണ്ടക്ടർമാരിൽ നല്ലൊരു ശതമാനവും സ്ത്രീകളാണ്. അവർ തന്നെ പേടിച്ചാണ് ഓടിക്കുന്ന വണ്ടിയിൽ കള്ളുകൂടിയന്മാരുടെയും കഞ്ചാവ് കഴിക്കുന്നവരുടെയൊക്കെ ഇടയിൽ കൂടി പോയി ടിക്കറ്റ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ മന്ത്രിയും കൂടി ഇത്തരത്തിൽ അധപ്പതിച്ചവനാവുമ്പോൾ എന്താണ് അവരുടെ സുരക്ഷിതം? പിന്നെ ഉളുപ്പില്ലേ ഈ മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിന് ഞങ്ങളുടെ കാലത്താണ് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വം എന്ന് പറയാൻ? നിങ്ങളുടെ PK ശശി അടുത്ത കാലം വരെ നിങ്ങളുടെ പാർട്ടിയിലായിരുന്നല്ലോ. നിങ്ങളുടെ ഇവിടുത്തെ എന്തിൻ്റെയായിരുന്നു, കേരള ടൂറിസം വകുപ്പിൻ്റെ അതിൻ്റെ തലപ്പത്ത് ഉണ്ടായിരുന്നല്ലോ. സുഖമായിട്ടുള്ളൊരു ഹോട്ടലിൽ, ചൈത്രമല്ല മാസ്കറ്റ് ഹോട്ടലിലെ സുന്ദരമായ മുറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം നിങ്ങൾ കൊടുത്തത് ആയിരുന്നല്ലോ. അദ്ദേഹത്തിനെക്കുറിച്ചൊരു അപഖ്യാതി പാർട്ടി ഓഫീസിൽ നിന്ന് വന്നപ്പോഴാണ് തീവ്രത അളക്കാൻ വേണ്ടി ശ്രീമതിമാരെല്ലാം കൂടെ നിങ്ങൾ അയച്ചത്. തീവ്രതയില്ലാത്ത ഒരു പ്രകടനമായിരുന്നു അതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി വെള്ള പൂശിയത്. അദ്ദേഹത്തിനെ പറ്റി ഇപ്പോൾ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി, പാലക്കാട് ജില്ലാ സെക്രട്ടറി എന്താ പറയുന്നത്? ആ മനുഷ്യൻ അവിടെ ഇരുന്നപ്പോൾ പകൽ പോലും സ്ത്രീകൾക്ക് ആ മുറിയിലേക്ക് അവരുടെ പാർട്ടി ഓഫീസിലേക്ക് കടന്നു കയറാൻ പറ്റില്ലായിരുന്നു. അത്രമാത്രം സുരക്ഷിതത്വമില്ലാത്തതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ കാലത്ത് ഗവൺമെൻറ്റിൽ നിന്ന് മാത്രമല്ല ഭീഷണി, മറിച്ച് നിങ്ങളുടെ പാർട്ടി ഓഫീസുകളും സ്ത്രീകൾക്ക് കടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളായിരുന്നു അല്ലേ? അപ്പോൾ അത്രമാത്രമാണ് നിങ്ങൾ അതിന് കൊടുത്തിരുന്ന വില. പുല്ലുപോലെയല്ലേ ജനങ്ങൾ പരാതിപ്പെട്ടപ്പോൾ? നിങ്ങൾ എന്തുകൊണ്ട് PK ശശിയെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് തടവിലിട്ടില്ല? എന്തുകൊണ്ട് ഇപ്പോൾ ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് തടവിലിടുന്നില്ല? പോലീസിന് പരാതി കൊടുത്തപ്പോൾ ഇവർക്ക് മാനസിക രോഗമാണ്, പാരനോയിയാണ്, സംശയ രോഗിണിയാണ് എന്ന് പറഞ്ഞ് അവരെ അപമാനിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? ആ സ്ത്രീ ആ കാര്യം കൂടി പറഞ്ഞു. അവരുടെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഓരോ നമ്പരും പരിശോധിച്ചിട്ട് നിനക്ക് അവനോട് പ്രേമമാണ്, പ്രണയമാണ് എന്ന് പറഞ്ഞുള്ള സംശയ രോഗത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളും കാണിച്ച മന്ത്രി എന്നാണ് സ്വന്തം ഭാര്യ പറഞ്ഞത്. ഇനിയിപ്പോൾ അവരത് പറയില്ല. എന്താണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് നമുക്കറിയില്ല. മാപ്പ് ചോദിച്ചു. ഇനി അവർക്ക് എന്തെല്ലാം വാഗ്ദാനം കൊടുത്തിട്ടാണ് കൂറുമാറ്റിയതെന്ന് നമുക്കറിയില്ല. ഒരു തരം കൂറുമാറ്റമാണിത്. വാഗ്ദാനമാണോ ഭീഷണിയാണോ എന്ന് നമുക്കറിയില്ല. ഭ്രാന്താണെന്നൊരു സർട്ടിഫിക്കറ്റ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സംഘടിപ്പിക്കാൻ വലിയ വിഷമമുള്ള കാര്യങ്ങളൊന്നുമല്ല. അത്തരം പല സംഭവങ്ങളിൽ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മൾ കഥകളിൽ കാണുന്നുണ്ട്, അതുപോലെ സിനിമയിലും കാണുന്നുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടായപ്പോൾ എന്താണ് നമ്മൾ കണ്ടതാണ്. രാത്രിയാണ് ഒരു വലിയ സംഘം പോലീസുകാർ ആ ഒരു ഹോട്ടലിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവം എന്ന് പറയുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങളൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ആ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറിയത് പോലും പോലീസ് സിസ്റ്റത്തിലെ ചിലരാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് മന്ത്രിക്കെതിരെ ഒരു അന്വേഷണം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. സംഭവം ഉണ്ടാകുന്നത് ഏകദേശം
രണ്ടും ഒരേ രീതിയിലാണെങ്കിലും എടുക്കുന്ന നടപടികൾ രണ്ടും രണ്ടാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് സ്ത്രീ സുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് കാപട്യമാണ്. സ്ത്രീ സുരക്ഷയൊന്നുമില്ല. സ്ത്രീകളല്ല അവർക്ക് പ്രാധാന്യമുള്ളത്. ഇങ്ങനെ പാർട്ടി തന്നെയാണ് അവർക്ക്. പാർട്ടിയാണ് പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. അവർ കുറ്റം ചെയ്താൽ അത് കുറ്റമല്ല, തീവ്രതയില്ലാത്ത കുറ്റമാകുന്നു. അവർ മന്ത്രിയായിരുന്നാൽ അവർ ചെയ്ത കുറ്റങ്ങളൊക്കെ തള്ളിക്കളയപ്പെടുന്നു. ഒരു മാപ്പ് എന്ന് പറയുന്ന 2 അക്ഷരത്തിൻ്റെ പേരിൽ തള്ളിക്കളയുന്നു. മന്ത്രിസഭായോഗത്തിൽ ഈ നരാധമനെ ഇരുത്താൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കുന്നു. ഈ വായാടിത്തം പറഞ്ഞ് 5000 പ്രണയങ്ങളുണ്ടെന്ന് പറയുന്ന ഈ മനുഷ്യന് നേരത്തെ ഒരുപാട് പരാതികൾ ഇദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. തൊട്ടതെല്ലാം കേസാക്കി മാറ്റുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ മറ്റൊരു കാര്യം ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലാണ് പത്തനാപുരത്തെ ജനങ്ങൾ ഇനി എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന്. ഇയാൾ എന്തായി ജനങ്ങളെപ്പറ്റി ധരിച്ചിരിക്കുന്നത്? ഇയാളുടെ കാമാസക്തി കൊണ്ട് ഇയാളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ നാട്ടിലെ ജനങ്ങളെന്നാണോ? അതിന് പറയുന്ന പേര് ആഭാസത്തരമെന്നാണ്. അതിന് പറയുന്ന പേരെന്ന് പറയുന്നത് പലതും ഉണ്ട്. നാട്ടുകാർ പറയുന്ന ഭാഷ അതൊന്നും പക്ഷേ മൈക്കിൽ കൂടി നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഭാഷകളല്ല. അങ്ങനെ ഒരാൾ, ഒരു നരാധവൻ, ഒരു സ്ത്രീ പീഡകൻ, അദ്ദേഹം അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നതിനപ്പുറം എന്തെങ്കിലും ഒരു വിഡ്ഢിത്തം കേരളത്തിലുണ്ടോ? അപ്പം മനുഷ്യരെക്കുറിച്ചും ഈ ജനപ്രതിനിധിക്ക്, ജനങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ ജനപ്രതിനിധിക്ക് അതിൻ്റെ ഹരിശ്രീ പോലും അറിയത്തില്ല. ജനമനസ്സുകളെപ്പറ്റി അറിയത്തില്ല. അങ്ങനെ ഉള്ള ഒരു മനുഷ്യനാണിപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മന്ത്രിസഭയുടെ അന്തസ്സ് ഉയർത്തുന്നതാണോ, മന്ത്രി കസേരയുടെ അന്തസ്സ് ഉയർത്തുന്നതാണോ എന്നുള്ളതാണ് ഇവിടെ വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. പി.ജെ. ജോസഫിൻ്റെ പേരിൽ ആരോപണം വന്നപ്പോൾ രാജിവെച്ചില്ലേ? പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ ആരോപണം വന്നപ്പോൾ രാജിവെച്ചില്ലേ? ഇതിപ്പോൾ 2ാമത്തെ കേസാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ആയിരുന്നു ആദ്യത്തെ ഭാര്യാപീഡന കേസ്. അന്ന് ആദ്യത്തെ ഭാര്യയായിരുന്നു, ഇത് 2ാമത്തെ ഭാര്യയാണ്. ആ സമയത്ത് അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെപ്പിച്ചില്ലേ? അത് രാജിവെപ്പിക്കണമെന്ന് പറഞ്ഞത് പിണറായി വിജയനുമായിരുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും VS-ഉം കൂടിയാണ് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഇനി ചുരുങ്ങിയ ദിനങ്ങളെ ഉള്ളൂ എങ്കിലും ഇരുത്തുക എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഗവൺമെൻറ്റാണ് തങ്ങളെന്നുള്ളതിൻ്റെ അറിയിപ്പാണ്. നിങ്ങളുടെ പരസ്യവാചകങ്ങളല്ല ജനങ്ങൾ കണ്ടും കേട്ടും പഠിക്കുന്നത്, മറിച്ച് നിങ്ങൾ ചെയ്തിട്ടുള്ള ഭൂതകാല പ്രവൃത്തികളാണ്. അത് നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നം, ചെറിയ ചോദ്യചിഹ്നമല്ല, വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഉണ്ടാവും. ആ ചിഹ്നം തന്നെ നിങ്ങളുടെ പാർട്ടി ചിഹ്നത്തിന് മുമ്പിലും ജനങ്ങൾ കാണുന്നുണ്ട്. ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഒരു വാക്കിനോടുള്ള ധാർമ്മികത പോലും LDF സർക്കാരോ നേതാക്കന്മാരോ പുലർത്തിയിട്ടില്ല എന്നത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പെൻഷനാണ്. അപ്പോൾ സ്ത്രീകൾക്ക് പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ 1000 രൂപ മാസം പെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ അവകാശവാദമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്കൊപ്പം തന്നെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നം, അത് ഇനിയും LDF വന്നാൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ളൊരു അവകാശവാദമുണ്ട്. അതിനെ എങ്ങനെയാണ് സാർ നോക്കുന്നത്? സ്ത്രീകളുടെയൊക്കെ അട്ടിപ്പേർ അവകാശം തങ്ങൾക്ക് മാത്രമാണെന്നൊരു വിചാരമാണ് ഈ ഗവൺമെൻറ്റുണ്ട്. ഇവരെ അധിക്ഷേപിച്ചതുപോലെ സ്ത്രീകളെ ആരും അധിക്ഷേപിച്ചിട്ടില്ല. അവിടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ നിഷ എന്നാണ് എൻ്റെ ഓർമ്മ, ആ പെൺകുട്ടിയുടെ വയറിൽ തൊഴിച്ച ഒരു SFI നേതാവിനെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ സംരക്ഷിച്ച ഒരു പാർട്ടിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ആ കാര്യത്തിൽ അവർ യാതൊരു പരികൽപ്പനയും കൊടുക്കുന്നില്ല. പിന്നെ മറ്റൊരു ഉദാഹരണമാണ് PT കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഇടതുപക്ഷ സഹയാത്രികൻ. കൈരളി ചാനലിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്, മാധ്യമപ്രവർത്തകനും സിനിമ സംവിധായകനും ഒക്കെ ആയിട്ടുള്ളൊരു ബുദ്ധിജീവി, നാട്യമുള്ള മനുഷ്യൻ. അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയിൽ അവിടെ ജൂറി അംഗമായിരുന്ന സ്ത്രീയെ പീഡിപ്പിച്ചതിൻ്റെ കഥകൾ ആ സ്ത്രീ തന്നെ വിവരിച്ചിട്ടുണ്ട് പിൽക്കാലത്ത്. മുഖ്യമന്ത്രിക്ക് അത് സംബന്ധിച്ചൊരു പരാതി കൊടുത്തിട്ട് ഇങ്ങനെ പരാതി വന്നാൽ അപ്പം തന്നെ FIR ഇടണമെന്നാണ് കേന്ദ്ര നിയമം. ആ നിയമം ഉല്ലംഘിച്ചുകൊണ്ട് ഏതാണ്ട് 13 ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിൽ FIR ഇടുന്നത്. എന്താ കാര്യം? തങ്ങളുടെ പാർട്ടി. അപ്പോൾ സ്ത്രീയാണോ പ്രധാനം? തങ്ങളുടെ പാർട്ടിക്കാരനാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതുപോലൊരു അപരാധമാണ് അദ്ദേഹം ചെയ്തതെന്നിട്ടും ഇത്രയധികം നാളായിട്ട് PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഏതെങ്കിലും പത്രക്കാരനോ ഫെമിനിസ്റ്റുകളോ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രകടനം അദ്ദേഹത്തിന് നേരെ നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം സുരക്ഷിതനായിട്ട് അവർ വയ്ക്കുന്നു. അഴിമതിയോ സ്ത്രീപീഡനമോ അല്ല അവരുടെ വിഷയം, അവരുടെ മന്ത്രി. അത് തന്നെയാണ് ശബരിമല കേസ് നമ്മൾ കണ്ടിട്ടുള്ളത്. മറ്റുള്ളവരുടെ എല്ലാം അറസ്റ്റ് വാർത്തയാകുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് വാർത്തയെ അല്ലാതാകുന്നു. പിന്നെ രണ്ടാമതൊന്ന് ചോദ്യം ചെയ്യാൻ SIT ധൈര്യപ്പെടുന്നുമില്ല.
ഇതിൻ്റെ സകല ഉത്തരവാദിത്വവും ദേവസ്വം മന്ത്രിക്ക് തന്നെയാണ്. തനിക്ക് ഇതിന് ഫയൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദേവസ്വം മന്ത്രി എന്നുള്ള പോസ്റ്റ് വെച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാം സൂപ്പർവിഷന് വേണ്ടിയിട്ടാണ്. ആ ഉത്തരവാദിത്വത്തിൽ അമ്പെ പരാജയപ്പെട്ടു അദ്ദേഹം. അതേസമയം ജി സുധാകരൻ എന്ന് പറയുന്ന ആൾ പൂർണ്ണമായിട്ടും വിജയിച്ച് അദ്ദേഹം ഈ ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് സൂപ്പർവൈസ് ചെയ്തിരുന്ന ആളാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിനെ തഴഞ്ഞിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ അവസാന കാലത്തൊന്നും മത്സരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലും പാർട്ടി നിരാകരിച്ചിരിക്കുന്നു. നോക്കിക്കോളൂ, കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും മന്ത്രിയാവും. അപ്പോൾ പാർട്ടി നോക്കൂ, പത്മകുമാറിനെ ഇന്ന് വരെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. അപ്പോൾ അഴിമതി, സ്ത്രീ പീഡനം ഇതൊന്നും വിഷയമല്ല പാർട്ടിക്ക്. പാർട്ടിക്ക് സംഭാവനകൾ നൽകുന്ന ആൾക്കാണ്, അതല്ലെങ്കിൽ വോട്ട് ക്യാച്ചറാണോ? ഈ പരിഗണനകൾക്കപ്പുറമുള്ള ഒരു പരിഗണനയും പാർട്ടിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ PR എക്സർസൈസിലെ ഈ മുദ്രാവാക്യം ഞങ്ങളുടെ കാലത്ത് മാത്രമാണ് സുരക്ഷ എന്നുള്ളത് പരിഹാസ്യമായിട്ട് തീരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഊഹിക്കാൻ കഴിയുന്നത്.